ഇതെന്തുവാടാ, ഇന്ന് ബോർഡ് എക്സാം വല്ലതും തുടങ്ങുവാണോ? കോളേജിൽ ഒരിക്കലും ഇല്ലാത്ത പോലെ ഒരു തിരക്ക്. ഈടാ മണ്ട, ഇന്നല്ലേ ആർട്സ് ക്ലബ് ഇനാഗുറേഷൻ. ഓ ഓ ഓ ഓ, അക്കാര്യമേ ഞാൻ മറന്നടാ. മറക്കുമല്ലോ, സ്വാഭാവികം. അവൻ എന്തെല്ലാം ചിന്തിക്കാൻ കിടക്കുന്നു. അതിനിടയ്ക്ക് കോളേജ് ഇനാഗുറേഷനൊക്കെ എന്ത്? ഡാ നീ എന്റെ മേടിക്കുവേ. എടാ, അത് നമ്മുടെ കാന്താരിയല്ലേ? ആടാ, അവള് തന്നെ. അല്ല, ഇവളെന്താ കായുടെ കൂടെ? എന്തോ കാര്യമായ ചർച്ചയിലാണല്ലോ. ചർച്ചയിലോ? അവനുമായിട്ട് എന്താ അവക്ക് ഇത്ര ചർച്ചിക്കാൻ? ഓ, സംസാരിക്കുന്ന കണ്ടില്ലേ? നമ്മളാരും വന്നതൊന്നും അവൾ അറിഞ്ഞതേ ഇല്ല. ഓ, ചിരിക്കുന്നു. ഓ, അവനെ തട്ടിച്ചിരിക്കുന്നു. ആഹാ, അവനും ചിരിക്കുന്നു. എന്തുവാടാ ഇത്? അഹങ്കാരി. വരുവടി, നീ വരും. നീ എന്റെ മുന്നിൽ ജോയൽ ചേട്ടായിന്ന് വിളിച്ചു വരും. അന്നേരം കാണിച്ചു തരടി നിന്നെ ഞാൻ കൂട്ടിപ്പിശാശെ. എന്നിട്ട് അവക്ക് ഞാൻ എസ് പറയണം. പറയുവടി, ഞാൻ എസ് പറഞ്ഞത് തന്നെ. കണ്ടു കഴിഞ്ഞില്ലേ? വായിങ്ങോട്ട്. അവിടെ എന്താ ഉത്സവം വല്ലതും നടക്കുന്നുണ്ടോ? ഓ, കരിപ്പ് തീരുന്നില്ലല്ലോ കർത്താവേ. ഓ, അവള് പിന്നെയും ചിരിക്കുന്നു. ഇവളെ ഇന്ന് ഞാൻ കൊല്ലുപടി ഇന്ന് നിന്നെ ഞാൻ. കർത്താവേ, ഇത് കൈവിട്ടു പോയെന്നാ തോന്നുന്നേ. തോന്നലല്ലടാ, അത് ശരിക്കും പോയതാ. ദേ പോണു. ആമി, ജോയൽ ചേട്ടായി, എല്ലാരും ഉണ്ടല്ലോ. നീ ഒന്നെങ്കിൽ വന്നേ. എന്താ ജോയൽ ചേട്ടായി കാര്യം? ഞാൻ ഒരു ഇമ്പോർട്ടന്റ് കാര്യം സംസാരിക്കുമായിരുന്നു. ഇത് കഴിഞ്ഞിട്ട് വന്നാ മതിയോ? പറ്റത്തില്ല, നീ ഇപ്പൊ വരണം. നിനക്ക് രാവിലെ തന്നെ ഇത് എന്തടാ? അവളുടെ കയ്യിൽ നിന്ന് വിട്ടേ. അത് പറയാ നീ ആരാടാ? ആമി, നീ വരുന്നുണ്ടോ? വരുന്നെങ്കിൽ ഇപ്പൊ വന്നോണം. പിന്നെ ജോയൽ ചേട്ടായിന്ന് വിളിച്ച് എന്റെ മുന്നിലെങ്ങും വന്നേക്കരുത്. ജോയൽ ചേട്ടായി, അങ്ങനെ പറയല്ലേ. ഇതെന്ത് പറച്ചിലാ ഇത്? ഇപ്പൊ എന്ത് വേണം? ഞാൻ ജോയൽ ചേട്ടായുടെ കൂടെ വരണം, അത്രയല്ലേ ഉള്ളു. വാ, നമുക്ക് പോവാം. കായ് ചേട്ടാ, അപ്പൊ ഞാൻ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ. കുറച്ച് കാര്യങ്ങൾ കൂടി പറയാനുണ്ട്, അത് ഞാൻ പോയിട്ട് വന്നിട്ട് പറയാം. ഓക്കെ? ഓഹോ, അപ്പൊ നീ സംസാരിച്ച് തീർന്നില്ല? ഇത്രയും നേരം സംസാരിച്ചിട്ടും തീർന്നില്ല? എങ്കിൽ പിന്നെ നീ ഇവിടെ നിന്ന് സംസാരിച്ചു. എന്റെ കൂടെ അങ്ങ് ആരും വരണ്ട, ഞാൻ പോകുന്നു. ജോയൽ ചേട്ടായി പോവല്ലേ ചേട്ടായി? നിക്ക്, ഞാനും വരുന്നു. ഇതെന്താടാ ഇത്? നിനക്ക് സംസാരിക്കാൻ വേറെ ആരെയും കിട്ടിയില്ലേടാ? അവളെ തന്നെ വേണമായിരുന്നു. അതെന്താടാ, അവന് ജലസടിച്ചതെങ്ങാണോ ആണോ? പിന്നല്ലാതെ എന്താ സംശയം? അത് തന്നെ കാര്യം. അപ്പൊ അവന് ഞങ്ങളുടെ ആമിക്കുട്ടിയെ ഇഷ്ടമാണ്. നീ അപ്പൊ നിനക്ക് പ്രശ്നമൊന്നുമില്ലടാ? നീ എന്തൊക്കെയോ അനൗൺസ് ഒക്കെ ചെയ്തിട്ട്. അത് പിന്നെ കായ് എന്ന ഈ ആങ്ങളെ എന്റെ പെങ്ങളായ ആമിയെ ആരും ഉപദ്രവിക്കരുത്, ശല്യം ചെയ്യരുത് എന്നൊരു ആശയമായിരുന്നു അവിടെ ഉദ്ദേശിച്ചത്. നിന്റെ ഉദ്ദേശം എങ്ങനെയുള്ളതാന്നൊക്കെ ഞങ്ങൾക്ക് അറിയായിരുന്നു. എടകായി, സത്യം പറ, പെട്ടെന്ന് ഇങ്ങനെ ഒരു മനമാറ്റത്തിന് കാരണം? പെട്ടെന്നല്ലടാ, അജ്ഞതയിൽ ആണ്ടുപോയ എനിക്ക് ജ്ഞാനത്തിന്റെ വെളിച്ചം പകർന്നു തന്നത് ആ ബോളായിരുന്നു. എന്റെ ആമിപ്പെങ്ങൾ അടിച്ചുവിട്ട ആ ബോൾ. എന്നാ ബോൾ എന്റെ തലയിൽ പതിച്ചോ, അന്ന് എനിക്ക് മനസ്സിലായി ആമി അവൾ ജോയിലിനുള്ളതാണ്. അതിനെ തിളയ്ക്കാൻ അവനെ കൊണ്ടേ പറ്റൂ. ഇപ്പൊ തന്നെ കണ്ടില്ലേ അവൻ അവളെ എങ്ങനെയാ കൊണ്ടുപോയതെന്ന്? അവൾ എങ്ങനെ ആ വാലും ചുരുട്ടി അവന്റെ പുറകെ പോയതെന്ന്? ഓ, ആ കാര്യവേ നമ്മള് മറന്നു. പെട്ടെന്ന് വാടാ. ആ ചെറുക്കനാണ് കലിതുള്ളിയാ പോയെ. ആ പൊട്ടിപ്പെട്ടിനാണെങ്കിൽ ഒരു കുന്തോട്ട് മനസ്സിലാവത്തുമില്ല. അവൻ എന്തിനാ വഴക്ക് പറയുന്നതെന്ന് പോലും മനസ്സിലാവാതെ നിൽക്കുമായിരിക്കും. രണ്ട് തമ്മി തല്ലി തീരുന്നതിന് മുമ്പ് വേഗം വാടാ, പോയി ഇടപെട്ട് കളയാ. എടാ, ജാക്സണും ചിമ്മിയും ടെസയും അല്ലേടാ നിക്കുന്നേ? മൂന്നിന്റെ ആ നിപ്പ് കണ്ടിട്ട് അതുങ്ങൾ രണ്ടും പണി തുടങ്ങിയെന്നാ തോന്നുന്നേ. എന്തൊക്കെയായിരുന്നു? സ്വപ്നം കാണുന്നു, ഫോൺ വിളിക്കുന്നു, യെസ് പറയാൻ പോകുന്നു. ഓ, തേണ്ട നടക്കുന്നു. അതുങ്ങളുടെ രണ്ടിന്റെ അടി ഈ അടുത്ത കാലത്തൊന്നും തീരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തിനാടി നീ എന്റെ പുറകെ വന്നത്? നിനക്ക് എന്തോ ഇമ്പോർട്ടന്റ് മാറ്റർ സംസാരിക്കാനില്ലായിരുന്നോ? പോയി സംസാരിക്കടി. എന്തിനാടി ഇവിടെ നിൽക്കുന്നേ? എനിക്കറിയാൻ വയ്യാത്തോണ്ട് ചോദിക്കുക. എന്താ ജോയൽ ചേട്ടായിയുടെ പ്രശ്നം? ഞാൻ ഇവിടെ നിൽക്കുന്നതാണോ ജോയൽ ചേട്ടായിയുടെ പ്രശ്നം? എന്തേ, ഞാൻ പോണോ? പോ. ഓ, അവക്കങ്ങ് പൊക്കോളാൻ വയ്യ. പിന്നെ എന്തിനാ നീ ജോയൽ ചേട്ടായിന്ന് വിളിച്ച് എന്റെ പുറകെ പോരുന്നേ? ചെല്ല്, നീ പോയി നിന്റെ ഇമ്പോർട്ടന്റ് കാര്യങ്ങളൊക്കെ പറഞ്ഞു തീർക്ക്. എനിക്കിപ്പോ ആരും വേണ്ട. ജോയൽ ചേട്ടായി, എനിക്ക് ദേഷ്യം വരുന്നുണ്ടേ. എന്തിനാ ഇങ്ങനെ ചൂടാവുന്നേ? എന്താ കാര്യമെന്നെങ്കിലും ഒന്ന് പറ. അതറിയാനുള്ള അവകാശം പോലും എനിക്കില്ലെന്നാ. ഇതിപ്പോ എന്തുവാ, ഒന്നും ഒട്ടും മനസ്സിലാവുന്നുമില്ല. മനസ്സിലാവത്തില്ലടി, നിനക്കൊരു കുന്തവും മനസ്സിലാവത്തില്ല. കുഞ്ഞാന്ന വിചാരം പൊട്ടി. ആഹാ, പൊട്ടി നിങ്ങളെ കെട്ടിയോള്. വേണ്ടെന്ന് വിചാരിക്കുമ്പോ തലേ കയറുന്ന ഒരു ജോയൽ ചേട്ടായി. ഇപ്പൊ എന്തിനാടി പ്രാന്തി നീ ഇവിടെ എന്റെ കെട്ടിയോളെ പറ്റി പരാമർശിച്ചത്? നാത്തോലി, ശരിയാക്കി കളയുന്നതിനെ ഞാൻ. ഓഹോ, അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള്. പറ ജോയൽ ചേട്ടായി, മര്യാദക്ക് പറ ജോയൽ ചേട്ടായി. ആരാ അവള്? ഏതവള്? ഓ, ഒന്നും അറിയത്തില്ല. വേറെ ആര്? നിങ്ങളെ കെട്ടിയോള്. എന്തോന്ന്? എന്ത് വഴി പെണ്ണേ നീ പറയുന്നേ? കെട്ടിയോളോ? ആ,
കെട്ടിയോളെ പറ്റി പറഞ്ഞപ്പോ ചോര തിളക്കണമെങ്കിൽ ആരാ അവള്? നിങ്ങൾ ആരെങ്കിലും നോക്കി വെച്ചിട്ടുണ്ടോ മനുഷ്യ? പറയങ്ങോട്. നോക്കി വച്ചിട്ടുണ്ടെങ്കിൽ എന്നോടൊരു റിപ്ലൈ പറയാതെ, അതിനി യെസ് ആണേലും നോ ആണേലും അത് പറയാതെ വേറെ ഏതവളെയെങ്കിലും നോക്കിയെന്ന് ഞാൻ അറിഞ്ഞ കിഡ്നാപ്പ് ചെയ്ത് കളയും നിങ്ങളെ ഞാൻ. ഓ, അവളൊരു കിഡ്നാപ്പർ വന്നേക്കുന്നു. മാഫിയ ക്യൂനാണെന്നാ വിചാരം. ഒന്ന് പോടി തീപ്പെട്ടിക്കുള്ളി. ഓ എന്റെ ചോദിച്ചേട്ടായി ചേട്ടനെ തീപ്പെട്ടിക്കൊള്ളിയെ, അത് ഞാനേ, അത് നിങ്ങളെ കെട്ടിയോളൂ. നിങ്ങൾ ഇനി എന്നെ എന്തൊക്കെ വിളിക്കുന്നു അതെല്ലാം നിങ്ങളെ കെട്ടിയോളൂ. ഓ അതിനെ തന്നെ ഞാനും പറഞ്ഞേ. എന്തോ ചോദിച്ചേട്ടായി പറഞ്ഞേ? എന്തേലും പറയാനുണ്ടോ? ഓർക്കെ പറയങ്ങോട്. ഉറക്കെ പറയാ, എനിക്ക് മനസ്സിലടി. നീ എന്ത് ചെയ്യൂടി? ഒന്ന് നിർത്തുന്നുണ്ടോ രണ്ടും? എന്തുവാ ഇത്? കുറെ നേരമായിട്ട് സഹിക്കുന്നു. ചെവി തല കേൾക്കണ്ട. കണ്ണി കണ്ട രണ്ടും വഴക്ക. എന്നിട്ട് അവസാനം അയ്യോ എന്റെ ജോയൽ ചേട്ടായി പിണങ്ങിയെ, ആരെയും പിണക്കം മാറ്റാൻ ഒരു പ്ലാൻ പറഞ്ഞതായി എന്നും പറഞ്ഞ് ഞങ്ങളുടെ മുന്നിൽ എങ്ങാനും വന്ന അപ്പൊ നിന്നെ എടുത്തോളാടിയാമി. ഓ ഇപ്പൊ രണ്ടും നിക്കുന്ന കണ്ടില്ലേ? എന്താ പാവങ്ങള്. ലോകത്ത് ഇതുപോലെ രണ്ടെണ്ണത്തിനെ ഞാൻ കണ്ടിട്ടേ ഇല്ല. നിനക്ക് രണ്ടിനും എന്തേലും കുഴപ്പമുണ്ടാടേ? ഇപ്രാവശ്യം എന്റെ ഭാഗത്താടാ തെറ്റ്. ആ, നിന്റെ ഭാഗത്താ തെറ്റ്. കാണാൻ പറ്റുമെന്ന് കേട്ട ഉടനെ അങ്ങ് കയറെടുത്തോണം. റോക്കറ്റ് വിട്ട പോലല്ലേ അവൻ പാഞ്ഞു പോകുന്നത്. രണ്ടിനെയും കൊണ്ട് മടുത്ത്. എന്റെ ജോയൽ ചേട്ടായ വഴക്ക് പറയല്ലേ ആദം ചേട്ടായി. എന്റെ ഭാഗത്താ തെറ്റ്. ജോയൽ ചേട്ടായി എന്നെ വിളിച്ചപ്പോഴേ ഞാൻ പോണമായിരുന്നു. അത് ഞാൻ ചെയ്തില്ല. അപ്പൊ ആരാ കുറ്റക്കാരി? ഞാൻ തന്നെ കുറ്റക്കാരൻ. നീ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് ഞാൻ വന്ന് സംസാരിക്കാൻ പാടില്ലായിരുന്നു. അതെന്തൊരു പറച്ചിലാ ജോയൽ ചേട്ടായി. ജോയൽ ചേട്ടായിക്ക് എപ്പോ വേണേലും എന്നോട് എന്ത് വേണേലും സംസാരിച്ചൂടെ? ജോയൽ ചേട്ടായി അല്ല തെറ്റുകാരൻ, ഞാനാ. ജോയൽ ചേട്ടായിയുടെ കെട്ടിയോളെ വരെ വിളിച്ചത് ആരാ? ഞാനല്ലേ. അപ്പൊ ഞാനാ കുറ്റക്കാരി. നീ എപ്പോഴാ എന്റെ കെട്ടിയൊക്കെ വിളിച്ചത്? ഞാൻ നിന്നെ പൊട്ടിയെന്ന് വിളിച്ചതിന് ശേഷം. അപ്പൊ ആരാടി കുറ്റക്കാരൻ? ഞാൻ. അമ്പടെ പുളിസോ, അതങ്ങ് പള്ളിയിൽ പോയി പറഞ്ഞാ മതി. അങ്ങനെ ഇപ്പൊ ഫുള്ള് ക്രെഡിറ്റ് എടുക്കാന്ന് മോൻ വിചാരിക്കണ്ട. ഞാൻ സമ്മതിക്കൂല. ഞാനാ ഇവിടെ കുറ്റക്കാരി. എന്നെ ഇവിടെ എല്ലാരും വഴക്ക് പറഞ്ഞാ മതി. അത് നീ മാത്രം പറഞ്ഞാ പോരല്ലോ. ഇവിടെ ഞാൻ തന്നെ കുറ്റക്കാരൻ. ഞാൻ പറഞ്ഞാ മതി. ഞാൻ തന്നെ ഇവിടെ കുറ്റക്കാരി. നീയല്ല, ഞാൻ. ജോയൽ ചേട്ടായി അല്ലേ അല്ല, ഞാൻ തന്നെ കുറ്റക്കാരി. സ്റ്റോപ്പ് ഇറ്റ്. നിങ്ങൾ രണ്ടുമല്ല കുറ്റക്കാര്, ഞങ്ങളാ ഇവിടെ കുറ്റക്കാര്. നിങ്ങൾ എല്ലാവരും വന്നേ. ഈ കുറ്റവാളികളെ രണ്ടും ഇവിടെ നിന്ന് എന്താന്ന് വെച്ചാ കാണിക്കട്ടെ. ആമി എവിടെ ആടിയ നീ? ആ കോളം തികഞ്ഞ്. ഇനി ഇവന്റെ ഒരു കുറവും കൂടെ ഇവിടെ ഉള്ളായിരുന്നു. നിങ്ങൾ എല്ലാരും ഇവിടെ നിന്നോ, അവിടെ കോമ്പറ്റീഷൻ തുടങ്ങാറായി. ആമി നീ വരുന്നില്ലേ? ക്ലോത്ത് എവിടെടി? ആ വരുന്നു. പിന്നെ വരാതെ. നിങ്ങൾ അങ്ങോട്ട് വിട്ടോ, ഞാൻ ക്ലോത്തും പൊക്കി അങ്ങ് വന്നേക്കാം. ജോയൽ ചേട്ടായി, എനിക്കൊരു ക്ലോത്ത് പെയിന്റിംഗ് കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു. ഞാൻ പോയിട്ട് വരാവേ. ആ എങ്കിൽ പിന്നെ നീ സമയം കളയാതെ ചെല്ലടി. ചേട്ടന്മാരെ, ഞാൻ പോയിട്ട് വരാവേ. ആ പിന്നെ ജോയൽ ചേട്ടായി, still I love you. ഒന്ന് പോവെണ്ണേ അങ്ങോട്ട്. ഷേ, ഇതിനെ കൊണ്ട് കൂസൃതി പെണ്ണ്. ഇതൊക്കെ എന്താടാ ഇത്? രണ്ടിനും വല്ല ഡ്യുവൽ പേഴ്സണാലിറ്റി ഡിസോർഡർ വല്ലോ ആണോ? ഏയ് അല്ലടാ, ഇതാണ് ദൈവത്തിന്റെ കുസൃതികൾ. മെയ്ഡ് ഫോർ ഈച്ച് അതർ ഫ്രം ഹെവൻ. കൊച്ചുവർക്കാ വായോ, ഇവിടെ കാണാൻ കയറി വിളിക്കാം. ജോയൽ ചേട്ടായി. എന്തിനാടി നീ ഇങ്ങനെ കിടന്ന് ഓടുന്നേ? സത്യം പറയടി, എന്തെങ്കിലും പണി പറ്റിച്ചിട്ടുള്ള വരവാണോ? ഷേ, എന്ത് ജോയൽ ചേട്ടായി ഇത്? പണി പറ്റിക്കാനോ? ജോയൽ ചേട്ടായുടെ ഈ ആമി പണി പറ്റിക്കാനോ? നോ, നെവർ. ജോയൽ ചേട്ടായിയുടെ ഈ ആമി ആയതുകൊണ്ടാ ഞങ്ങൾക്ക് ഇത്ര സംശയം. ഓ, ഈ ചേട്ടന്മാരുടെ ഒക്കെ ഒരു തമാശ. പിന്നെ ചേട്ടന്മാരെ, ഞങ്ങൾ കുറച്ചു നേരത്തേക്ക് ഇവിടെ ഒന്ന് വിളിച്ചോട്ടാ. ഒളിക്കാനോ? സത്യം പറയടി, നീ എന്തൊപ്പിച്ചിട്ടാടി വന്നത്? ഷേ, അങ്ങനെ പറയല്ലേ ജോയൽ ചേട്ടായി. ജോയൽ ചേട്ടായിക്ക് ഈ ആമീനെ വിശ്വാസമില്ലേ? പിന്നെ ഭയങ്കര വിശ്വാസാ, അതുകൊണ്ടാ ഞാൻ ചോദിച്ചേ. എന്റെ പൊന്നു ജോയലെ, ഇപ്പൊ സംസാരിച്ച് നിൽക്കാൻ സമയമില്ല. ഞങ്ങളൊന്ന് എവിടെയെങ്കിലും കേറി ഒളിക്കിട്ട് നമുക്കെല്ലാം പിന്നെ സംസാരിക്കാടാ. പിന്നെ ചേട്ടന്മാരെ, ഒരു കാര്യം, ആരെങ്കിലും ഞങ്ങളെ അന്വേഷിച്ചു വരുവാണ്, ഞങ്ങളെ നിങ്ങൾ കണ്ടിട്ടേ ഇല്ല. ഓക്കെ? അപ്പൊ കാര്യമായിട്ടെന്തോ വരുന്നുണ്ടല്ലോടാ. എടാ എടി, രണ്ടിനെ ഇന്ന് ഞാൻ ശരിയാക്കും. എവിടെടാ രണ്ടെണ്ണോ? വന്നടാ, വന്ന്. കാര്യമായിട്ടുള്ളത് വന്നു. എവിടെടാ അവളും അവനും? ആരുടെ കാര്യമാടാ നീ പറയുന്നേ? കളിക്കല്ലേടാ. വേറെ ആര്? നിന്റെ പുരുത്തം കെട്ട ആമിയും പിന്നെ മറ്റേ ആ തല തെറിച്ചു വരും. രണ്ടിനെ ഇന്ന് ഞാൻ പഞ്ഞിക്ക് ഇടുന്നുണ്ട്. അല്ലടാ, നീ ഇങ്ങനെ ചൂടാവാതെ കാര്യം എന്താന്ന് പറ. എടാ കായി, നിന്റെ കയ്യിൽ എന്താടാ? നീയും ക്ലോത്ത് പെയിന്റിങ്ങിനുണ്ടായിരുന്നു. അയ്യേ, എന്ത് പടവാടാ ഇത്?
ശരിയാണല്ലോ, ഇതെന്തുവാടാ ഇത്? പെയിന്റിൽ മുക്കിയെടുത്തതോ? ദേ കൊച്ചിറക്ക, നിങ്ങളുടെ പടത്തിന്റെ കാര്യം ഈ പറയുന്നേ. ദേ നീ പുൽച്ചാടി അടങ്ങിയിരുന്നോ നീ, ഇല്ല നീ എന്റെ കയ്യിൽ നിന്ന് മേടിക്കും. മറ്റേതെന്തുവാടാ ഇത്? എന്തുവാടാ കുഞ്ഞു പിള്ളേരുടെയൊക്കെ പോലെ 2 മലയും 1 സൂര്യനും? അതൊക്കെ പിന്നെ സഹിക്കാം. ഇതെന്തോന്നാടാ ഇത്? കുഞ്ഞനൊരു വീടും വീടിനേക്കാളും വലിയൊരു മനുഷ്യനും. ഈ മനുഷ്യൻ ഈ വീട്ടിൽ എങ്ങനെ താമസിക്കുവോ എന്തോ. അല്ലടകായി, ആരാണ് ഈ സൃഷ്ടിയുടെ സൃഷ്ടാവ്? വേറെ ആരുമല്ല, ഇത് നിന്റെ ആമിയുടെ സൃഷ്ടിയാണ്. ഓ ഡാർക്ക് ഡാർക്ക്. കേട്ടല്ലേ നിന്റെ പടത്തിന്റെ വിവരണം കേട്ടല്ലേ? ഇമാതിരി സാധനം വരച്ചു വെച്ചിട്ടാണ് നീ എന്റെ പടത്തിനെ കുറ്റം പറയുന്നത്. ദേ കൊച്ചിറക്ക, എന്റെ പടത്തിനെ പറ്റി വല്ലതും പറഞ്ഞാലുണ്ടല്ലേ. അയ്യോ കോമഡി. ഇത് പടം കുഞ്ഞു പിള്ളേര്, LKG പഠിക്കുന്ന കുഞ്ഞു പിള്ളേര് വരയ്ക്കൂടി ഇതില് നന്നായിട്ട്. ഓ പിന്നെ കൊച്ചിറക്കന്റെ പടത്തിനെ കുറിച്ചൊന്നും പറയണ്ട. എന്താ ഒരു കലാവിരുത്. അയ്യോ ഒരു പടവേ, പെയിന്റിൽ തുണി മുക്കിയെടുത്ത് ഉണക്കാനിരുന്നാണോ ഒരു പടം. എന്നെ കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കരുത് കേട്ടാ. എടാ കള്ളന്മാരെ, അപ്പൊ ഇതുങ്ങള് 2 ഇവിടെ ഉണ്ടായിരുന്നല്ലേ? എന്നിട്ട് നീ ഇവളെ കണ്ടിട്ടേ ഇല്ല? ഓ മണ്ടനും മണ്ടി, ഒളിച്ചിരിക്കാനും പോലും അറിയാത്തതുങ്ങള്. ഇങ്ങോട്ട് വാ കൊച്ചിറക്ക, വാ ഇങ്ങോട്ട്. ഏത് പടവാ ഇതിൽ നല്ലതെന്ന് ഇന്ന് ഞാൻ തെളിയിക്കും. കായ്ച്ചേട്ടാ, ആ പടങ്ങളൊക്കെ നേരെ ഇങ്ങോട്ട് പിടിക്ക്. നോക്ക് കൊച്ചിറക്ക, അങ്ങോട്ട് നോക്ക്. എന്റെ പടത്തിന്റെ ഭംഗി കണ്ടോ? പടം ഇതാണ് പടം. നിനക്ക് കളർ സെൻസ് ഉണ്ടോടി? നിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. കോമൺ സെൻസ് ഇല്ലാത്ത നിനക്ക് എവിടുന്ന് കളർ സെൻസ് വരാനാ? കണ്ടില്ലേ, പച്ച സൂര്യൻ, പർപ്പിള് വീട്, വെള്ളപ്പുഴ, ചുവന്ന മല, എവിടെ ഉണ്ടടി ഇതൊക്കെ? സമ്മതിച്ചടി, നിനക്ക് സമ്മതിച്ചു തന്നു. ഇങ്ങനെ തന്നെ വേണം, കീപ്പിറ്റ. എന്തുകൊണ്ടാ ഇതൊക്കെ ഇങ്ങനെ ഇരിക്കുന്നതെന്നും കൂടി അങ്ങോട്ട് പറ. ഓ ഇനി അതും എന്റെ തലയിൽ വെച്ച് തരാനായിരിക്കും. തലയെ വെച്ച് തരുന്ന കാര്യമൊന്നുമില്ല, നിങ്ങൾ തന്നെ കാരണം. ഒരുമാതിരി ഗ്രഹണി പിടിച്ച പിള്ളേര് ചക്കക്കൂട്ടാൻ കണ്ട പോലെ കോമ്പറ്റീഷന് ചെന്ന ഉടനെ കണ്ണി കണ്ട കളറൊക്കെ വാരി ഒരു തുണ്ട് തുണിയിൽ തേച്ച് വെച്ചിട്ട് ഇപ്പൊ എനിക്കായ കുറ്റം. ഒരു കൊച്ചു വരയെങ്കിലും നിങ്ങൾ വരച്ച കൊച്ചിറക്ക. നിങ്ങളൊരു നുള്ള നിറം, കുറച്ച് നിറങ്ങൾ എനിക്ക് തന്നിരുന്നെങ്കിൽ എനിക്ക് ഫസ്റ്റ് കിട്ടിപ്പോയേനെ. അങ്ങനെ നീ വരച്ച ഈ സാധനത്തിനെങ്ങനെ ഫസ്റ്റ് തന്നിരുന്നെങ്കിൽ ഈ കോളേജ് നിന്ന് കത്തിച്ചേനെ ഞാൻ. ആ ചിമ്മി ടെസി ജാക്സണും അവര് വരച്ചത് അതിനെയാണ് പടമെന്ന് വിളിക്കുന്നത്. അല്ലാതെ ഇത് എന്തുവാടി, ഇത് എന്തുവാന്ന്? അപ്പൊ അതൊക്കെ കൊച്ചിറക്കൻ അറിയാം. ഒരു വരയെങ്കിലും അതിൽ വരച്ചിട്ട് ഈ ഡയലോഗ് അടിച്ചിരുന്നെങ്കിൽ അതിനൊരർത്ഥം ഉണ്ടായിരുന്നു. ഇതൊരുമാതിരി പെയിന്റിനകത്ത് തുണി മുക്കി എടുത്ത് വെച്ചേക്കുന്നു. ഇത് കോമ്പറ്റീഷന് വരച്ച പടവാന്ന് എഴുതി വെക്കും. അല്ലെങ്കിൽ കാണുന്നവര് വിചാരിക്കും എന്തെങ്കിലും കളറ് തുണിയോ വല്ല തൂവാലയോ ആണെന്ന്. ഒന്നുമില്ലേലും ഇതിനെ തൂവാലയായിട്ടെങ്കിലും ഉപയോഗിക്കാലോ. നിന്റെതോ? നീ ഒന്ന് നോക്ക്, എവിടാടി, ഏത് നാട്ടിലാടി പച്ചക്കളർ സൂര്യനുള്ളത്? സ്റ്റോപ്പ് ഇറ്റ്. എല്ലാവർക്കും പടം എന്ന് വിശേഷിപ്പിക്കുന്ന ഈ 2 കുന്ത്രാണ്ടത്തെ പറ്റി മാത്രമാണ് ചിന്ത. അത് വരയ്ക്കാൻ ഉപയോഗിച്ച ഈ പ്രതലം, ആ വസ്തു, ആ മെറ്റീരിയൽ, അതിനെ പറ്റി ഒന്നും ആർക്കും അറിയണ്ട. എന്റെ ലിമിറ്റഡ് എഡിഷൻ ഷർട്ടിലാണ് 2 കൂടി കുത്തി വരച്ച് കളിച്ചത്. ഇതിന്റെ പൈസ തന്നിട്ട് 2 ഇവിടുന്ന് പോയാ മതി. കായ്ച്ചേട്ടൻ ഇപ്പൊ എന്താ പറഞ്ഞേ? പൈസ തരണോന്നോ? അപ്പോ അത്രയൊക്കെ ഉള്ളു അല്ലേ ചേട്ടാ? ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പിനെക്കാട്ടിലും ചേട്ടന് വലുത് ഈ ലിമിറ്റഡ് എഡിഷൻ ഷർട്ടാണല്ലേ? ഒരിക്കലും കായ്ച്ചേട്ടനിൽ നിന്നും ഞങ്ങളിത് പ്രതീക്ഷിച്ചില്ല. ഞാൻ എന്റെ സ്വന്തം കൂടപ്പിറപ്പിനെ പോലെ കായ്ച്ചേട്ടനെ കണ്ടിട്ടുള്ളൂ. പക്ഷേ എനിക്കിന്ന് എന്താണ് കിട്ടിയത്? എന്റെ കർത്താവേ, കൊച്ചിറക്ക, നിങ്ങൾക്കൊന്നും പറയാനില്ലേ? പറയാനില്ലേന്നോ? എന്ത് ചോദ്യമാണിതാമി? പറയാനുണ്ട്, എനിക്കും പറയാനുണ്ട്. പുതിയൊരു അധ്യയന വർഷം തുടങ്ങുന്നു. പെരുമഴയായിരുന്നു അന്ന് എന്റെ കുടക്കീഴിലേക്ക് ഓടി വന്നതാണിവൻ. അന്ന് മുതൽ ഒരു പാത്രത്തിലേ ഉണ്ണാറുള്ളൂ, ഒരു പായിൽ കിടന്നേ ഞങ്ങൾ ഉറങ്ങാറുള്ളൂ. ഇവനിതെന്തു പറ്റി? എന്ത് തേങ്ങയൊക്കെ ഇവനീ പറയുന്നേ? എന്തിനേറെ പറയുന്നു, അടി കൊള്ളാൻ പോലും ഞങ്ങൾ ഒരുമിച്ചായിരുന്നു. അന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ലടി പുൽച്ചാടി, ഒരു ലിമിറ്റഡ് എഡിഷൻ ഷർട്ടിന്റെ അകലമേ ഞങ്ങളുടെ ബന്ധത്തിനുണ്ടായിരുന്നുള്ളൂ എന്ന്. തകർന്നു പോയടി പുൽച്ചാടി ഞാൻ. അരുത് കൊച്ചു ചെറുക്ക, അരുത്, കരയരുത്. ഈ ലോകം ഒരു കപടമായ ലോകമാണ് കൊച്ചു ചെറുക്ക. ഇവിടെ ഉള്ളവരെല്ലാവരും കപടന്മാരും കപടികളുമാണ്. ഈ ലോകത്ത് നമുക്ക് സ്വന്തമായി ആരുമില്ല. ജീവിതമാവുമ്പോൾ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവും. തളരരുത് കൊച്ചിറക്ക, തളരരുത്. വരൂ, നമുക്ക് എത്രയും വേഗം അങ്ങോട്ട് നീങ്ങാം. അതേ പുൽച്ചാടി, എത്രയും വേഗം നമുക്ക് ഇവിടുന്ന് പോകാം. ഇതൊന്നും അധികം നേരം കണ്ടുകൊണ്ട് നിൽക്കാൻ എനിക്ക് വയ്യടി, വയ്യ. എടാ ഫെലിക്സേ, ഡേ ആമി, എന്താടാ നിങ്ങക്ക് പറ്റിയേ? നിങ്ങൾ പൈസ തരണ്ടടാ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. അങ്ങനെയാണെങ്കിൽ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച സ്ഥിതിക്ക് കായ്ച്ചേട്ടൻ വാ, നമുക്ക് ക്യാന്റീനിലോട്ട് പോവാം. ചിമ്മിയും ടസിയും ചാക്കും അങ്ങോട്ട് പോയിട്ടുണ്ട്. എന്നാലും പുൽച്ചാടി, എന്റെ ഹൃദയം കായ്.
ഓ ദേ കൊച്ചിറക്ക മതി മതി ചാവാക്കല്ലേ, നടക്കങ്ങോട്ട്. ജോയൽ ചേട്ടായി ഞാനങ്ങോട്ട് ചെല്ലട്ടെ. സ്റ്റിൽ ഐ ലവ് യു ഉമ്മ. ഹോ, എന്താടാ ഇവിടെ നടന്നേ? അവളെ രക്ഷപ്പെട്ടു പോയ പോക്ക് കണ്ടില്ലേടാ? ഷേടാ, ഈ പെണ്ണിന്റെ ഒരു കുറുമ്പി. ലവ് സിക് ബോയ്. ആ പോയ സാധനത്തിന്റെ കുറുമ്പിന് ഇപ്പൊ ഒരു ലിമിറ്റഡ് എഡിഷൻ ഷർട്ടിന്റെ വില വീണേനെ. അതിന്റെ ആവശ്യമൊന്നും വേണ്ടി വരൂലടാ, അതൊക്കറിയാം എങ്ങനെ ഊരി പോരണോന്ന്. എന്തായാലും ഒരു കാര്യം ഉറപ്പായി, എവിടെ കൊണ്ടിട്ടാലും ജീവിച്ചോളും. ആ, അതെന്തായാലും നീ പറഞ്ഞത് ശരിയാ. ആ, അത് പറഞ്ഞപ്പോഴാണല്ലോ. അല്ലടാ ജോയലെ, നീ നിന്റെ കുറുമ്പിയോട് എസ് പറയുന്നില്ലേ? പറയണമെന്ന് എനിക്കും ഉണ്ടടാ. അതൊക്കെ വിചാരിച്ചാ വന്നതും. അതെങ്ങനെ ഈ പെണ്ണൊന്നും നിലത്ത് നിക്കണ്ടേ? ആ ഫെലിക്സ് ഇവ കറിഞ്ഞിട്ട പേരാ പുൽച്ചാടിന്ന്. അതെവിടെയും ഒരു 5 മിനിറ്റ് പോട്ട് ഒരു 2 സെക്കൻഡെങ്കിലും അടങ്ങി നിൽക്കുന്ന നിങ്ങൾ കണ്ടിട്ടുണ്ടാ? അങ്ങനെയുള്ള അതിനെ ഞാൻ എങ്ങനെ പിടിച്ച് പ്രൊപ്പോസ് ചെയ്യാനാടാ? കിട്ടിയിട്ട് പറയാൻ പറ്റൂ? ആ, എന്തായാലും നീട്ടിക്കൊണ്ടു പോയിട്ട് കാര്യമില്ല. എന്റെ ഒരു അഭിപ്രായത്തിൽ നിനക്ക് മിക്കവാറും അതിനെ കെട്ടിയിട്ട് തന്നെ പറയേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ രണ്ടുപേരും ചേരും. ഒരാള് കുത്തനെ പിടിച്ച് പ്രപ്പോസ് ചെയ്യുന്നു, മറ്റൊരാള് കെട്ടിയിട്ടു. ആഹാ, നിങ്ങൾക്ക് നല്ലൊരു മെമ്മറി ആയിരിക്കും. ഒന്ന് പോടാ ഇറക്കാം അവിടുന്ന്.